Hello friends, welcome back to Homely Stories. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീൻ മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. ക്ലീൻ മേക്കപ്പ് ലുക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം മേക്കപ്പ്. ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് നമ്മുടെ സ്കിന്നിനെ ഒരു പ്രൊട്ടക്ഷനും തരും മേക്കപ്പിൽ നിന്നും. പിന്നെ മേക്കപ്പ് ഇടുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആവാനും ഒരു നാച്ചുറൽ ഫിനിഷ് നൽകാനും അത് ഹെൽപ്പ് ചെയ്യും. ലിപ്സിലൊരു ലിപ് ബാമും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈമർ അപ്ലൈ ആണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറാണിത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു മാക്സ് സ്ട്രോബിംഗ് ക്രീമിൻ്റെ ഒരു ഡ്യൂപ്പ് വേർഷൻ, അഫോർഡബിൾ ഡ്യൂപ്പ് വേർഷനാണ്. ഇത് നമുക്കൊരു ഇന്നർ ഒരു ഗ്ലോ തരുന്ന ഒരു എഫക്റ്റ് തരും. ഒരു ഉള്ളിൽ നിന്നൊരു ഗ്ലോ വന്നതുപോലെ ഒരു എഫക്റ്റാണ് തരുന്നത്. കണ്ടോ? സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ അപ്ലൈ ആണ്. കൺസീലർ എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയയിൽ ഒന്ന് കൺസീൽ ചെയ്യാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ണിൻ്റെ താഴെ, അത് അവിടെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഏരിയയിൽ, അതുപോലെ കണ്ണിൻ്റെ മുകളിൽ, പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു പോയ മാർക്സ് ഉള്ളിടത്ത്, പിന്നെ ഈ ചിൻ ഏരിയയിൽ അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിലാണ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് കൺസീൽ ചെയ്യുകയാണ്. അപ്പോൾ കൺസീലർ ഈ പിഗ്മെൻറ്റേഷൻ മറയ്ക്കാനുള്ള കൺസീലർ ആണെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ വാം സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഈ പാക്കിൻ്റെ 219 കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് അത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൺസീലർ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്യാതെ എവിടെയാണോ നമ്മൾ അത് അപ്ലൈ ചെയ്തേക്കുന്നത് അവിടേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്ലീൻ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് നോ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കത്തില്ല. ഒരു CC ക്രീമാണ്, ലാക്മേയുടെ CC ക്രീം. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബേജ് ആണ്. അത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഈ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കുറച്ച് ഭയങ്കര മേക്കപ്പ് ഇട്ട ഒരു എഫക്റ്റ് ഒന്നും വേണ്ട. എന്നാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഒന്ന് കൺസീൽ ചെയ്യണം, ഒന്ന് കവർ ചെയ്യണം, ഒന്ന് ക്ലീൻ ആയിട്ടുള്ളൊരു ലുക്ക് വേണം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലുക്കാണ്. നമുക്ക് ഒക്കേഷൻ ആണെങ്കിലും ഉപയോഗിക്കാം, കാഷ്വലായിട്ട് പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാം, ഏതൊരു ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കബുക്കി ബ്രഷാണ്. അത് വെച്ച് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഓയിലി ഫേസ് ആണ്. അപ്പം ഓയിലി ആവാൻ ചാൻസ് ഉള്ള ഏരിയയിലൊക്കെ നമ്മൾ സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുവാണ്. കണ്ണിൻ്റെ താഴെ, അതുപോലെ തന്നെ നെറ്റിയുടെ അവിടെ, മൂക്കിൻ്റെ അവിടെ, ചിൻ ഏരിയ അവിടെയൊക്കെ ഒന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ട്രാൻസ്ലൂസൻ പൗഡറാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ 2-in-1 ഐബ്രോ കിറ്റാണ്. ഇതിനകത്ത് ഐബ്രോ ചെയ്യാനും അതുപോലെ തന്നെ ജെല്ലായിട്ടുള്ള ഐലൈനറും ഉള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഐഷാഡോ പാലറ്റിലെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കോണ്ടോർ ചെയ്യുന്നത് നമ്മുടെ ഫേസിനൊരു സ്ട്രക്ചർ കിട്ടാനും ഫേസ് ഒന്ന് സ്ലിം ആയിട്ട് തോന്നാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഡബിൾ ചിന്നൊക്കെ ഉണ്ടെന്നെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ഹെയർ ലൈനിൻ്റെ അങ്ങോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു സ്ട്രക്ചർ കിട്ടും, ഫേസ് ലിഫ്റ്റായ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇനി അതേ സെയിം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുവാണ്. ഒരൊറ്റ കളറായിട്ട് മൊത്തത്തിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ഒരു ചെറിയ ഒരു ബ്രഷ് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെയും സെയിം കളർ അപ്ലൈ ചെയ്യുവാണ്. ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഒരു കാജൽ ആണ്. ഭയങ്കര കിഡിലായിട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഒട്ടും സ്മഡ്ജ് ചെയ്യത്തില്ല, ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങുമാണ്. ഞാൻ ഈ അടുത്താണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. ആരെങ്കിലും നല്ലൊരു കാജൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡു ഗിവ് ഇറ്റ് എ ട്രൈ, യു വിൽ നോട്ട് റിഗ്രറ്റ്. നെക്സ്റ്റ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുവാണ്. ഇത് മെബ്ലിൻ്റെ ഗ്ലോസിയൽ മസ്കാരയാണ്.
നല്ലപോലെ ഒരു 2 കോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. നല്ല ഒരു ഐലാഷസ് നല്ല ലിഫ്റ്റ് ചെയ്ത് നല്ല വോള്യൂമായിട്ട് തോന്നിക്കും. മെബ്ലിൻ്റെ എല്ലാ മസ്കാരാസും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള മസ്കാരാസാണ്. ഇത് വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് മാത്രമേ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ഇൻ ദ ഷെയ്ഡ് 17 മിഡ്ജ്. നമ്മൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് ഞാൻ കൺസീലർ ബ്രഷ് വെച്ചിട്ട് പിക്ക് ചെയ്ത് ബ്ലഷ് അപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് ഒരു ലിഫ്റ്റിംഗ് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്യണം. ആ ബ്രഷിൽ ബാക്കിയുള്ളത് ആ മൂക്കിൻ്റെ അവിടേക്കൊന്നും കൂടി ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു ബ്ലഷ് ലുക്ക് കിട്ടും. ക്ലീൻ മേക്കപ്പ് ലുക്കിൽ അതുപോലെ തന്നെ നോ മേക്കപ്പ് ലുക്കിലും നമ്മൾ ലിപ്സ് എപ്പോഴും ന്യൂഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കൊടുക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് Nybae എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ് ഗ്ലോസ് ആണ്. ഇത് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഫോർ ഡസ്കി സ്കിൻ ടോൺ. ഇതൊരു ബ്രൗൺ അണ്ടർടോൺ വരുന്ന ഒരു പിങ്ക് ലിപ് ഗ്ലോസ് ആണ്. ഇത് ഡസ്കി സ്കിൻ ടോൺ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. 156 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ മേക്കപ്പ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് ഹോംലി സ്റ്റോറീസ്. ബൈ, ടേക്ക് കെയർ.